ഹായ് എവരിവൺ, ആവണീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇതിനു വേണ്ടി ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പുറത്തു പോയി സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറയാം. കുറച്ച് നാളികേരം വേണം. നാളികേരത്തിന്റെ കൊത്തായാലും കുഴപ്പമില്ല, ചിരകിയതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ്. അത് ഏത് പഴമായാലും കുഴപ്പമില്ല. നേന്ത്രപ്പഴമായാലും റോബസ്റ്റ് ആയാലും ഞാലിപ്പൂവനോ പൂവനോ ഏതായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തേക്കുന്നത് ഞാലിപ്പൂവനാണ്. പിന്നെ 2 ഏലക്ക, കുറച്ച് കാഷ്നട്ട്. അത് ഓപ്ഷണൽ ആണ്. കാഷ്നട്ട് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാല് വേണം, 1 കപ്പ് ഗോതമ്പ് പൊടി, 2 മുട്ട. അപ്പൊ ഈ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾ മധുരം ഇടണ്ട. എന്നാൽ പഴത്തിന് മധുരം കുറവാണെങ്കിൽ നിങ്ങളിപ്പോ ഇച്ചിരി മധുരം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറ് വേണം. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഫസ്റ്റ് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒരു ക്രഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള സാധനങ്ങൾ ഇട്ട് അരച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി ഇട്ട് അരയ്ക്കുമ്പോൾ നാളികേരം അരയാണ്ട് പോകും. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കണം. ഇപ്പൊ ഞാൻ നാളികേരം ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ മതി, നല്ല പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്നട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. ഏലക്ക 2 എണ്ണം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കണം. ആദ്യം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാലും ഗോതമ്പ് പൊടിയും ആവശ്യം മധുരം ഉണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പൊ നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ മുട്ട അടിച്ചപ്പോൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. വെള്ളം ചേർക്കരുത്. നമ്മൾ അതിന് പകരം ഗോതമ്പ് പൊടി ഇട്ടിട്ട് പാലാണ് ഒഴിക്കുന്നത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇടുവാണ്. ഒരു 3 പേർക്കൊക്കെ നല്ലതുപോലെ കഴിക്കാൻ ഉള്ള അളവാണ് കേട്ടോ അത്. അത് കൂടാണ്ട് നമ്മൾ ആവശ്യത്തിന് പാലൊഴിക്കുവാണ്. ഇനി നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വരണം. അപ്പൊ ഇത് നല്ല കട്ടിയിലാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് എടുക്കാം. നമുക്ക് നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ എന്തോരം ലൂസിൽ വേണം ആ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പൊ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് തിക്കിലാണ് വന്നത്. ഞാൻ അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം, ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് ഞാൻ പാലെടുത്തത്. ഇതിന്ന് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ഇതേമാതിരി കൺസിസ്റ്റൻസിയിലാണ് ഇത് വരേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഇത്രയും വന്നാൽ മതി. ഇനി നമുക്ക് സാധാരണ ദോശ ചുടുന്ന പോലെ ചെറുതായിട്ട് എടുക്കണം. എത്ര വലുതായിട്ട് എടുക്കരുത്. നമ്മൾ പാൻ കേക്കിന്റെ ഒക്കെ ആ അളവിൽ വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നേക്കുന്നത്. ഈ രീതിയിൽ വേണം. കട്ടിയാകുകയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ആഡ് ചെയ്യാം. മധുരം കുറവാണെങ്കിൽ മധുരം ഇടാം. അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് തന്നെ വേണം എടുക്കാൻ. അപ്പൊ ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എണ്ണയോ എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് നെയ്യ് ഒന്ന് പതുക്കനെ തടവി കൊടുക്കാം. ചെറിയ കേക്കാണല്ലോ. അപ്പോ എണ്ണ തടവിയതിന് ശേഷം ഓരോ തവി വീതം നമ്മൾ പതുക്കനെ ഒഴിച്ചു കൊടുത്താൽ മതി. പാൻ കേക്കിന്റെ ആ വലിപ്പം അത്ര മതി. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണോട്ട് നമ്മൾ എടുക്കാൻ. ഇതൊന്നും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഡോട്ട് വന്നതിന് ശേഷം നമ്മൾ പതുക്കനെ എടുക്കുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ എടുത്താൽ മതി. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നോൺ സ്റ്റിക്കിന്റെ തവയായതുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് ചെയ്യുക. ഡോട്ട് വന്നതിന് ശേഷം മറിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ പാൻ കേക്ക് റെഡി ആയിട്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ പാൻ കേക്ക് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് നെയ്യ് തടവുക. അതിനുശേഷം നമ്മൾ ഒരു തവി ഈ ബാറ്റർ അതിനകത്തേക്ക് ഒഴിക്കുക. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. മുട്ടയുടെ സ്മെല്ല് വരില്ല കേട്ടോ. അതിനകത്ത് നമ്മൾ ഏലക്ക ചേർത്തുകൊണ്ട് മുട്ടയുടെ സ്മെല്ല് വരില്ല. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ വാനില എസൻസ് ഇത്തിരി ഒഴിച്ചാൽ മതിയാവും.
ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് ഡോട്ട് ഡോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് തിരിച്ചിട്ട് നോക്കാം. വേണ്ട, ഇതേമാതിരിയാണ്. ഇനിയിപ്പോ ഇത് കുട്ടികൾക്ക് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചോക്കോ സിറപ്പോ അല്ലെങ്കിൽ ഹെർഷി സിറപ്പോ അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആണ്, നല്ല ഗുണമുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് നമ്മുടെ ഈസി ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.